നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ലാത്തിക്ക് എന്ത് വിദ്യാഭ്യാസം, എന്ത് വിദ്യാർത്ഥി? ആലപ്പുഴയിൽ SFI മാർച്ചിനിടെ സംഘർഷം. SFI ജില്ലാ നേതാവ് ഉൾപ്പെടെ ആശുപത്രിയിൽ. കർഷകനിൽ ആണെന്റെ വിശ്വാസം, ദ്രോഹിക്കുന്നതിലാണെന്റെ പ്രത്യാശ. മുഖ്യമന്ത്രി കർഷക ദ്രോഹ നയം തിരുത്തണമെന്ന് G. സുധാകരൻ MLA. ഇതെന്ത് പരീക്ഷണം? വെള്ളപ്പൊക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സേ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് +2 വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചു. നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. രാഹുൽ അടക്കമുള്ള നേതാക്കൾക്കാണ് പോലീസ് മർദ്ദനത്തിൽ സാരമായ പരിക്കേറ്റത്. +2 അഴിമതിയിൽ മുങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ നടന്ന മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ തടയാൻ പോലീസ് കവാടത്തിൽ ബാരിക്കേഡ് തീർത്തിരുന്നു. എന്നാൽ കവാടത്തിലെത്തും മുമ്പ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന DEOയ്ക്ക് നിവേദനം നൽകാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. SFI ജില്ലാ സെക്രട്ടറി R. രാഹുലിന്റെ തലയ്ക്ക് ലാത്തിയടിയേറ്റ സാരമായ പരിക്കുണ്ടെന്ന് പ്രവർത്തകർ പറഞ്ഞു. പരിക്കേറ്റ പ്രവർത്തകരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹം വിവാദ വിഷയങ്ങൾക്ക് പിന്നാലെയാണെന്ന് G. സുധാകരൻ MLA. UDF അധികാരമേറ്റ ശേഷം ക്ഷേമനിധിയിൽ നിന്ന് 1 രൂപയുടെ ആനുകൂല്യം പോലും വിതരണം ചെയ്തിട്ടില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. കർഷക തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ 10 മാസമായി കുടിശ്ശികയാണ്. ക്ഷേമനിധി ബോർഡിനെ തന്നെ തകർക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് നിവേദനം നൽകിയതിനുള്ള മറുപടി പോലും നൽകിയില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. KSKTU സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 74 വർഷക്കാലം മുമ്പ് 1940 ആദ്യമായി ഒരു ഇടതുപക്ഷ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിച്ചു. അതിനുശേഷമുള്ള പോരാട്ടങ്ങളുടെ കഥയാണ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇന്ന് കർഷക തൊഴിലാളി അടിമകളല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല.
തുല്യമായ രാഷ്ട്രീയാവകാശവും ജീവിതാവകാശങ്ങളുമുള്ള ഒരു മുന്നണി പോരാളി സംഘമാണ് തൊഴിലാളി പ്രസ്ഥാനം. കർഷക തൊഴിലാളി ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഭൂമി കിട്ടി, വീട് കിട്ടി, വിദ്യാഭ്യാസം കിട്ടി, പല ആനുകൂല്യങ്ങളും കിട്ടി. പക്ഷേ അതെല്ലാം പരിവർത്തനത്തിന്റെ ആരംഭങ്ങൾ മാത്രമാണ്. പരിവർത്തനത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് കർഷക തൊഴിലാളി നീങ്ങുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ അവരുടെ തുല്യാവകാശം, സമത്വാവകാശം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക, പെൻഷൻ കുടിശ്ശിക തീർത്ത ഓണത്തിന് മുമ്പ് നൽകുക, പെൻഷൻ തുക 1000 രൂപയായി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ജില്ലാ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലാണ് സമരം നടക്കുന്നത്. ബുധനാഴ്ച ആരംഭിച്ച സമരം ശനിയാഴ്ച അവസാനിക്കും. എൻ സോമൻ അധ്യക്ഷത വഹിച്ചു. ഡി ഷൺമുഖൻ, എം സത്യപാലൻ, ബി പ്രസാദ്, വി വി അജയൻ, പി ലീല, ആർ രാജേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ. കുട്ടനാട് ആകെ പ്രളയജലത്തിൽ മുങ്ങിയ സമയത്താണ് ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടും പരീക്ഷ മാറ്റിയിരുന്നില്ല. കുട്ടനാട്ടിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 7-ാം തീയതി നടത്തിയ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. കുട്ടനാട്ടിൽ പ്രളയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുവാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും പല അധ്യാപകർക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ സ്കൂളിന് സമീപത്തുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പരീക്ഷ നടത്തുകയായിരുന്നു. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടുപോയവർക്കാണ് പരീക്ഷ എഴുതുവാൻ സാധിക്കാതെ വന്നത്. എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് പരീക്ഷകളാണ് ഇവർക്ക് മുടങ്ങിയത്. ഈ പരീക്ഷകൾ എഴുതാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി ജോയിന്റ് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് SFI കിടങ്ങറ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്തും സെക്രട്ടറി PA അഖിലും പറഞ്ഞു. ഞങ്ങൾക്ക് ആഗസ്റ്റ് 7-ാം തീയതി നടത്തിയ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എന്താ കാരണം? എന്തുകൊണ്ട്? വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ്. നിരവധി കുട്ടികൾക്കും എഴുതാൻ സാധിച്ചിട്ടില്ല. പല സ്കൂളിലെ വിദ്യാർത്ഥികളും എഴുതാൻ കുറെ വിഷയങ്ങൾ ഉണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. കുട്ടനാട് താലൂക്കിന് അവധി പ്രഖ്യാപിച്ചു. ശരിയാണ്, കുട്ടനാട് താലൂക്കിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും പക്ഷേ ബസ്സൊന്നും ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു വരെ ഞങ്ങൾക്ക്. ഈ പരീക്ഷകൾ ഞങ്ങൾക്ക് എഴുതാൻ അവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകും. മങ്കൊമ്പ് ശ്രീനാരായണ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ക്ലാസുകൾ ആരംഭിച്ചു. SNDP യോഗം കുട്ടനാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് കോളേജ് ആരംഭിച്ചത്. കുട്ടനാട് യൂണിയൻ കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ ഭദ്രദീപ പ്രകാശനം നടത്തി. ചേർത്തല SN കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ TK വിജയകുമാർ ആദ്യ ക്ലാസ് നയിച്ചു. ഇത്തവണ 12 അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും തുടങ്ങുന്നതിന് അനുമതിയുള്ളത്. അങ്ങനെ അനുമതി ലഭിച്ചിട്ടുള്ളത് ഏറ്റവും ഭേദപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത് ഓർമ്മ വേണം. ബാക്കിയുള്ളവരുടെ നിലവാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ചില കോളേജുകളിൽ ഞങ്ങൾ സന്ദർശനാർത്ഥം പോവുകയുണ്ടായി. ആ നിലവാരമായി വെച്ച് നോക്കുമ്പോൾ കുറച്ചേറെ ഭേദപ്പെട്ട മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന സാഹചര്യത്തിലുള്ള കോളേജിലാണ് പഠനം ആരംഭിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം ആകുന്നതിനുണ്ടാകും. അതേപോലെ തന്നെ സ്വാഗതാസ്തികളോട് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വെറും വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണമോ ഇടപാട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇവിടെ പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ K ദാമോദരൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് KC സദാനന്ദൻ, അഡ്വക്കേറ്റ് CP സൈലേഷ്, അഡ്വക്കേറ്റ് CP സൈജേഷ്, കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ മിനി ഗോപാലകൃഷ്ണൻ, MP പുരുഷോത്തമൻ, E മനേഷ് കൈനഗരി എന്നിവർ സംസാരിച്ചു. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നു വീണതിന് പിന്നിലെ ദുരൂഹതകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. സ്കൂൾ സംരക്ഷണ സമിതിയാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. മങ്കൊമ്പ് VHSE സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. 2 വർഷം പോലും പഴക്കമില്ലാത്ത കെട്ടിടം വീണടിഞ്ഞതിന്റെ കാരണവും അതുതന്നെയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവന് വില പറഞ്ഞ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതും മറ്റ് അന്വേഷണങ്ങളെപ്പോലെ തേഞ്ഞുമാഞ്ഞു പോകാൻ പാടില്ല. അഴിമതിക്കാരായ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇതൊരു പാഠമാകണം. അതിനാലാണ് കേവലം പോലീസ് PWD അന്വേഷണ പ്രഹസനങ്ങൾക്കുപരിയായി വിജിലൻസ് അന്വേഷണം തന്നെ വേണമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നതെന്നും PK പ്രസാദ് പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ചാണ് വ്യാഴാഴ്ച രാവിലെ 10-ന് കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്കൂൾ അങ്കണത്തിൽ നിന്നുമാണ് മാർച്ച് ആരംഭിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ട് ഒരു കോൺട്രാക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. കോൺട്രാക്ടർക്ക് നിയമപരമായിട്ട് അവിടെ യാതൊരുവിധ റോളുമില്ല എന്ന് പറയുന്നു. PTA അല്ല,
കോൺട്രാക്ടറുമല്ല, അതിൻ്റെ ഇടയ്ക്ക് മറ്റാരൊക്കെയോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു കെട്ടിടം തകർന്ന് വീണാൽ ഓടിച്ചെല്ലുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കമ്പി, വളഞ്ഞ കമ്പി, ഉന്തിയ കമ്പി, അതേപോലെ പല തരത്തിലുള്ള കമ്പിയുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവിടെ ചെന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ കമ്പി പോലും കാണുവാൻ സാധിക്കത്തില്ല. അതേപോലെ അതിന് ഉപയോഗിച്ചതായ ചെങ്കല്ല് പുളിങ്ങുന്ന താലൂക്ക് ആശുപത്രിയുടെ മതിൽ പൊളിച്ചു കൊണ്ടുവന്ന ചെങ്കല്ലാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് PWD അന്വേഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് ഏജൻസി ഏതെങ്കിലും അന്വേഷിച്ചതുകൊണ്ടോ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടോ ഇതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരികയില്ല. ഈ സ്കൂൾ തന്നെ ഇവിടുന്ന് പിഴുതെറിയപ്പെടുവാൻ ഇതിൻ്റെ പിന്നിൽ ചില ലോബികൾ കളിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നാട്ടുകാർ സംശയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ വെളിച്ചത്ത് വരണം. ആ വെളിച്ചത്ത് വരുവാൻ വിജിലൻസ് അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. ഇനി മങ്കൊമ്പിലെന്നല്ല ഒരു സ്ഥലത്തും ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഞങ്ങൾ നാളത്തെ ഈ സമരപരിപാടിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. എടത്വ വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് 100 ദിവസം പിന്നിടുന്നു. ഈ അവസരത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും 100 ദിനങ്ങളാണ് പിന്നിടുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമവികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായാണ് വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാവുന്ന ഒരുപിടി നേട്ടങ്ങൾ ട്രസ്റ്റിനുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി കെ സതീഷ് കുമാർ പറഞ്ഞു. രക്തദാന സേന രൂപീകരണം, വിവിധ ആശുപത്രി പരിസരങ്ങൾ ശുചിയാക്കൽ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, സ്കോളർഷിപ്പ് വിതരണം, നിർധനരായ വിദ്യാർത്ഥികളെ ദത്തെടുക്കൽ, എടത്വ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണ വിതരണം, ട്രാഫിക് ബോധവൽക്കരണം തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ യുദ്ധത്തെ തുടർന്ന് അകപ്പെട്ടുപോയവരെ തിരികെ എത്തിക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകുവാനുണ്ടെന്നും സതീഷ് കുമാർ പറഞ്ഞു. വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും മഹാസമ്മേളനവും ഈ മാസം 25 വൈകിട്ട് 4 എടത്വ ടൌണിൽ നടക്കും. വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തോമസ് ചാണ്ടി MLA അധ്യക്ഷനാകും. PD അരവിന്ദാക്ഷൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. ഫാദർ ജോൺ മണക്കുന്നൽ, PK നമ്പൂതിരി, ഡോക്ടർ B പത്മകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. PC വിഷ്ണുനാഥ് MLA, അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, മോൻസി സോണി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ സംസാരിക്കും. നമ്മുടെ എടത്വാപ്പള്ളി വികാരി അച്ഛനെയും നമ്മുടെ ചക്കളത്തുകാവ് തിരുമേനിയെയും ആദരിക്കുന്നു. ഇത് ഒരു പ്രത്യേക സന്ദേശം കൂടിയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഒരു നിശബ്ദ സേവനം നടത്തുന്ന 3 മഹൽ വ്യക്തികൾ ഇന്ന് എന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്നു. നമ്മുടെ കേരളം എന്നല്ല, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന തലത്തിലേക്ക് അവരെ നീങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ നിശബ്ദ സേവനം നടത്തുന്ന അവരെ ആദരിച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ അല്ലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ മാതൃകയായിട്ടുള്ള അവരെ ആദരിക്കുന്നതോടുകൂടി ആ തലത്തിലേക്ക് ഇത് ഉയർന്നു വരാൻ വേണ്ടി കൂടിയാണ്, ഒരു സന്ദേശം കൂടിയാണ് ആ തലത്തിൽ ആദരിക്കുന്നത്. പിന്നെ വിവിധ തലത്തിൽ അവയവദാനം മുഴുവൻ ട്രസ്റ്റിലെ അംഗങ്ങളും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ദത്തെടുക്കൽ, നിർധനരായ കുട്ടികളെ വിദ്യാഭ്യാസ ദത്തെടുക്കൽ, ഒപ്പം തന്നെ സ്വാമി വിവേകാനന്ദന്റെ പേരിൽ ട്രസ്റ്റ് പ്രകാശനം ചെയ്യുന്നതായ സ്റ്റാമ്പ്, അതിന്റെ പ്രകാശന കർമ്മം നടക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ R അജിത് കുമാർ പിഷാരത്ത്, ക്യാപ്റ്റൻ KK കൃഷ്ണൻകുട്ടി എന്നിവരും പങ്കെടുത്തു. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്ന് വീണതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും സംഭവസ്ഥലം സന്ദർശിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് വേണ്ടതെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. സംസ്കൃത ഭാഷ പഠിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് നൽകണമെന്നും പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് മാത്രം സ്കോളർഷിപ്പ് നൽകുന്നത് തെറ്റായ രീതിയാണെന്നും ജി സുധാകരൻ MLA. സംസ്കൃത ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് പണ്ട് മുതൽ ചില പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്, ചില സ്കോളർഷിപ്പുകളും മറ്റും നൽകുന്നു. പക്ഷേ സംസ്കൃതം ഒരു പ്രത്യേക ഭാഷയായി പഠിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കാനാണ്. ഒരു പരീക്ഷ നടത്തി അതിൽ നിന്ന് ജയിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന രീതി അത് ശരിയായ രീതിയല്ല. എല്ലാവർക്കും കൊടുക്കുന്നതാണ്, അതാണ് ശരിയായത്. സനാതന ധർമ്മ വിദ്യാലയ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസുഡോ അധ്യക്ഷയായി. മുതുകുളം ശ്രീധർ, ഡോക്ടർ ഹെഡ്ഗെ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി, പ്രൊഫസർ ആർ രാമരാജവർമ്മ, ജയകൃഷ്ണൻ, കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് പ്രതിഷേധിച്ചു. ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. 100കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി നുജുമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് AM ഷെരീഫ് അധ്യക്ഷനായി. A ജയകുമാർ, V സബിൻരാജ്, രാജു അപ്സര, സാബു പാർത്ഥസാരഥി തുടങ്ങിയവർ സംസാരിച്ചു. ഏതാണ്ട് 10 ലക്ഷത്തിലും വരുന്ന വ്യാപാരി വ്യവസായികൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. ഈ മാർച്ച് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നമ്മൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ വ്യാപാര സ്ഥാപനം നമ്മൾ അടച്ചിട്ടിട്ട് ഇന്ന് തെരുവിൽ സമരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ ഭരിക്കുന്ന UDF ഗവൺമെന്റിനെ അട്ടിമറിക്കാനല്ല, അധികാരം പിടിച്ചെടുക്കാനല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാറുണ്ട്. എന്താണ് നമുക്കുള്ള ബുദ്ധിമുട്ട്? സ്വസ്ഥമായി സ്വൈരമായി നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ വ്യാപരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്.
ആലപ്പുഴ, ചങ്ങനാശ്ശേരി, തിരുവല്ല, എടത്തുവ മാർക്കറ്റുകളെ സമരം സാരമായി ബാധിച്ചു. പൊതുനിരത്തുകളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ കടകൾ അടഞ്ഞുകിടന്നു. രാമങ്കര, മങ്കൊമ്പ്, നെടുമുടി, മുട്ടാർ, കാവാലം, പുളുങ്ങുന്ന, ചമ്പക്കുളം തുടങ്ങിയ ഭാഗങ്ങളിലും കടകമ്പോളങ്ങൾ ഭാഗികമായി അടഞ്ഞുകിടന്നു. കർമ്മം കൊണ്ട് കേരളത്തിന്റെ വിവേകാനന്ദനായി മാറിയ സത്യവ്രത സ്വാമികൾക്ക് ജന്മനാടായ മാമ്പുഴക്കരിയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന്റെ ധനശേഖരണാർത്ഥം ആഗസ്റ്റ് 24-ന് ചലച്ചിത്ര താരം വിനീത് ശ്രീനിവാസന്റെ മെഗാഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാമ്പുഴക്കരിയിലെ ഒരു യാഥാസ്ഥിക നായർ കുടുംബത്തിൽ ജനിച്ച അയ്യപ്പൻപിള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി സത്യവ്രതൻ എന്ന നാമം സ്വീകരിക്കുകയും കേരളത്തിൽ നിലനിന്ന ജാതിഭ്രാന്തിനെതിരെ ജീവിത അവസാനം വരെ പോരാടുകയും ചെയ്തു. കേവലം 34 വയസ്സുവരെ മാത്രം നീണ്ടുനിന്ന ജീവിത കാലയളവിൽ ഒരു പുരുഷായുസിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ സ്വാമികൾക്ക് കഴിഞ്ഞു. 1927-ൽ ദേഹവിയോഗം ചെയ്ത സ്വാമികളെ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിലാണ് സമാധിയിരുത്തിയിരിക്കുന്നത്. സത്യവ്രത സ്വാമികളുടെ ഓർമ്മകളെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ സ്വാമിജിയുടെ ജന്മസ്ഥലമായ മാമ്പുഴക്കരിയിൽ 3909 നമ്പർ ശാഖായോഗം സ്മാരകം നിർമ്മിക്കാൻ തുടക്കമിട്ടത്. സ്മാരക നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ആഗസ്റ്റ് 24-ാം തീയതി ഞായറാഴ്ച ചങ്ങനാശ്ശേരി കൊണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് പ്രശസ്ത ചലച്ചിത്ര താരവും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന മെഗാഷോ നടക്കും. 250 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് എന്നും ഭാരവാഹികൾ പറഞ്ഞു. ജാതിചിന്തയ്ക്കെതിരായിട്ട് പഠനയിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി തീരുകയും അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതി ഭ്രാന്തിനെതിരെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ സമാധി സമയം വരെ പോരാടിയ ഒരു മകൻ സന്യാസ ശ്രേഷ്ഠനായിരുന്നു സത്യവ്രതസ്വാമി. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും ഉചിതമായ സ്മാരകമില്ല എന്നുള്ള പോരായ്മ പരിഹരിക്കുകയാണ് ഞങ്ങളുടെ അപേക്ഷ. വെള്ളിനാട് NSS സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. അതിനുശേഷം ആലുവ അദ്വൈതാശ്രമത്തിലെ അധ്യാപകനായിരുന്നു. ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തെ രണ്ടാമത്തേതുമായ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്തത് സത്യവ്രതസ്വാമികളായിരുന്നു. അതിന് സ്വാഗതം ആശംസിച്ചതും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയതും അദ്ദേഹമായിരുന്നു. ഗുരുദേവനോടൊപ്പം സിലോണിൽ പോവുകയും ജാതിക്കും അതുപോലെ തന്നെ ഐത്തത്തിനുമൊക്കെ എതിരായിട്ടുള്ള പ്രചരണത്തിൽ അവിടെ അദ്ദേഹം 5 വർഷക്കാലത്തോളം ചെലവഴിക്കുകയും പിന്നീട് കേരളത്തിൽ വരികയും വൈക്കം സത്യാഗ്രഹത്തിനടക്കം കേരളത്തിലെ എക്കാലത്തെയും ചരിത്രമായി മാറിയിട്ടുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിലടക്കം ഊർജ്ജം പകർന്ന മഹത് സന്യാസ ശ്രേഷ്ഠനായിരുന്നു സത്യവ്രതസ്വാമി. അദ്ദേഹത്തിന് ഒരു സ്മാരകമില്ല എന്നുള്ള ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പരിപാടി ചങ്ങനാശ്ശേരി സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് ബൈജു പി പുളിമൂട്ടിൽ, S ജയപ്രകാശ്, സന്തോഷ് കുമാർ, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെയും സിസ്റ്റർ ഹാത്തുണ ഫൗണ്ടേഷൻ മാമ്പുഴക്കരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശാന്തി സമീക്ഷാ സമ്മേളനം സംഘടിപ്പിച്ചു. ലോക സമാധാനത്തിനായി ശാന്തി മന്ത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ശാന്തി സമീക്ഷാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ KP യോഹന്നാൻ പറഞ്ഞു. മാമ്പുഴക്കരി ഹാത്തുണ ഫൗണ്ടേഷനിൽ നടന്ന ശാന്തി സമീക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്ന നാളും സഹകരണം നിന്റെ ദൈവത്തിൻ്റെതാണ്. ഞാൻ എന്റെ പ്രശ്നങ്ങൾ അവൻ്റെതാണ്. ഇങ്ങനെയുള്ള ഉൾവിടൽ KCC അധ്യക്ഷൻ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ സൂസൻ ജോസഫ്, അമ്മിണി കുര്യൻ, കമാൻഡർ ടിഒ ഏലിയാസ്, റജി പുത്തൻപറമ്പിൽ, AK ഷംസുദൻ, ഡെയ്സി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ വള്ളക്കാലിൽ കുരിശടിക്ക് സമീപം പമ്പയാറ്റിൽ വീണു കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നിരണം ആറുപറയിൽ സുനിലാണ് അപകടത്തിൽ മരിച്ചത്. 38 വയസ്സായിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ചരമവാർത്തകൾ. കിടങ്ങറ കളത്തിൽ ഇന്ദിര നിര്യാതയായി 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളുങ്കുന്ന് കായൽപ്പുറം പുന്നൂർ തളിയേടം ത്രേസ്യാമ വർഗീസ് നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10-ന് കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. തായങ്കരി അഞ്ചിൽ വീട്ടിൽ തങ്കപ്പ പണിക്കർ നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളുങ്കുന്ന് കായൽപ്പുറം മാളികച്ചിറ ബേബി തോമസ് നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലാത്തിക്ക് എന്ത് വിദ്യാഭ്യാസം, എന്ത് വിദ്യാർത്ഥി. ആലപ്പുഴയിൽ SFI മാർച്ചിനിടെ സംഘർഷം. SFI ജില്ലാ നേതാവ് ഉൾപ്പെടെ ആശുപത്രിയിൽ.
കർഷകനിൽ ആണെന്റെ വിശ്വാസം, ദ്രോഹിക്കുന്നതിലാണെന്റെ പ്രത്യാശ. മുഖ്യമന്ത്രി കർഷക ദ്രോഹ നയം തിരുത്തണമെന്ന് ജി സുധാകരൻ MLA. ഇതെന്ത് പരീക്ഷണം? വെള്ളപ്പൊക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സേ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് +2 വിദ്യാർത്ഥികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.